ഒരു വ്യക്തിയുടെ കോൺഫിഡൻസിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകമാണ് അവരുടെ അപ്പിയറൻസ്. അപ്പിയറൻസിൽ മെജോറിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിനെ ഏറ്റവും കോമൺലി ബാധിക്കുന്നതും എന്നാൽ ദീർഘകാലം ബുദ്ധിമുട്ടിക്കുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. സോറിയാസിസ് എന്ന വേർഡ് 2 ടേംസിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സോറ മീൻസ് ഇച്ചിങ് ഓർ റബ്ബിംഗ്, സിസ് മീൻസ് ഇൻഫെക്ഷൻ. സോറിയാസിസ് ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. ഫാമിലി ഹിസ്റ്ററി, അമിതമായ മാനസിക സമ്മർദ്ദം, ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം, മദ്യപാനം, പുകയില, ശരീരത്തിനുണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം എന്നീ ഫാക്ടേഴ്സ് സോറിയാസിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് സോറിയാസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ചുമന്ന കളറിലുള്ള റേസ്ഡ് സ്കിൻ പാച്ചസ്, അമിതമായ ചൊറിച്ചിൽ, പുകച്ചിൽ, സിൽവർ കളറിലോ വെള്ള കളറിലോ സ്കിൻ സ്കെയിൽസ് പോലെ പൊഴിഞ്ഞു പോകുക, പാച്ചസിന് തൊട്ടു മുകളിലുള്ള സ്കിന്നിന്റെ ക്രാക്സ് പോലെ സ്കിൻ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് സോറിയാസിസിന് പ്രധാനമായ ലക്ഷണങ്ങൾ. സോറിയാസിസ് പല വിധത്തിലുണ്ടെങ്കിലും മോസ്റ്റ് കോമൺലി കാണപ്പെടുന്ന സോറിയാസിസ് എന്ന് പറയുന്നത് സോറിയാസിസ് വൾഗാരിസ്, അതായത് പാച്ചസ് പോലെ സോറിയാസിസ് ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മുടെ തലയോട്ടിൽ കണ്ടുവരുന്ന സ്കാൽപ് സോറിയാസിസ്, നഖത്തിൽ കണ്ടുവരുന്ന നെയിൽ സോറിയാസിസ്, ഇവയെല്ലാം സോറിയാസിസ് വൾഗാരിസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോറിയാസിസ് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? കൃത്യസമയത്തുള്ള രോഗനിർണയം, ജീവിതശൈലിയിലുള്ള മാറ്റം, ആഹാര നിയന്ത്രണം, അതുപോലെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഇന്റേണൽ ടോക്സിഫിക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സോറിയാസിസിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനും ലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് സോറിയാസിസിൽ സ്വയം ചികിത്സ പാടില്ല. വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് എടുക്കാനായി ശ്രദ്ധിക്കുക.